ചെസ് കളിയിൽ ബിഗിനേഴ്സ് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വളരെ പെട്ടെന്ന് 4-5 മൂവിൽ തന്നെ മേറ്റ് ആയി പോവുക എന്നത്. അതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ചെസ് ഓപ്പണിങ്സിനെ കുറിച്ച് വ്യക്തമായി പഠിക്കാത്തതും 2, ചെസ്സിലെ ട്രാപ്പുകൾ അറിയാത്തതുമാണ്. ചെസ്സിൽ തന്നെ പ്രധാനപ്പെട്ട ഒരുപാട് ട്രാപ്പുകളുണ്ട്. ചെസ്സിലെ ട്രാപ്പുകൾ പഠിക്കുന്നത് ഒപ്പോണൻസിനെ പെട്ടെന്ന് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മൾ പെട്ടെന്ന് തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ട്രാപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ട്രാപ്പ് പരീക്ഷിക്കുമ്പോൾ നമ്മൾ വൈറ്റ് ആയിരിക്കണം. E4 കളിച്ചുകൊണ്ട് വൈറ്റ് കളി തുടങ്ങുന്നു. ബ്ലാക്ക് E5 കളിക്കുന്നു. വൈറ്റ് നൈറ്റ് F3 കളിക്കുന്നു. അപ്പോൾ ബ്ലാക്ക് നൈറ്റ് C6 കളിച്ച് E4 പൗണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇതുവരേക്കും സ്റ്റാൻഡേർഡ് മൂവുകളാണ്. പിന്നീട് വൈറ്റ് D4 കളിക്കുന്നു. ബ്ലാക്ക് E4ലുള്ള പൗൺ വെച്ച് D4 പൗണിനെ വെട്ടുന്നു. ഇതുവരെ ഓക്കെയാണ്. ഇവിടെ ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത് വൈറ്റ് D4 പൗണിനെ നൈറ്റ് വെച്ച് വെട്ടിയെടുക്കുകയാണെങ്കിൽ ബ്ലാക്കിനെ തിരിച്ച് നൈറ്റ് വെച്ച് വെട്ടിയെടുക്കാമെന്നാണ്. എന്നാൽ വൈറ്റ് ഇവിടെ നിന്ന് അതിൻ്റെ ട്രാപ്പ് ആരംഭിക്കുകയാണ്. വൈറ്റ് നൈറ്റിനെ G5ലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഈ പൗണിനെതിരെ അറ്റാക്ക് വന്നിട്ടുണ്ട്. ഇനി ഈ ബിഷപ്പ് ഇവിടെ വന്നാൽ അതിനെ വെട്ടിയെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ക്യൂൻ ഇവിടെ വരണം. ഇങ്ങനെ ഒരു നൈറ്റ് ഇവിടെ വന്നാൽ ഒട്ടുമിക്ക ബിഗിനേഴ്സും അതിനെ ഓടിക്കുന്നതിന് വേണ്ടി H6 മൂവ് ചെയ്യും. ഇത് ബിഗിനേഴ്സിൻ്റെ ഇടയിൽ സ്വാഭാവികമായിട്ടും കളിക്കുന്ന മൂവാണ്. നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്ലെയേഴ്സ് വേറെ മൂവായിരിക്കും കളിക്കുക. ഇങ്ങനെ ഒരു പൊസിഷൻ വരുമ്പോൾ വൈറ്റ് F7 പൗണിനെ വെട്ടിയെടുത്ത് അതിൻ്റെ ട്രാപ്പ് ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഒരേ സമയം ക്യൂനിനും റൂക്കിനും ഒരേപോലെ ആക്രമണം വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ നൈറ്റിനെ വെട്ടിയെടുത്തില്ല എങ്കിൽ ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു പീസ് ബ്ലാക്കിന് നഷ്ടപ്പെടും. അതുകൊണ്ട് കിങ് അതിനെ വെട്ടിയെടുക്കുന്നു. ഇപ്പോൾ കിങ് അതിൻ്റെ ഒറിജിനൽ കോളത്തിൽ നിന്ന് മാറി സെൻറ്ററിൽ വന്നിരിക്കുകയാണ്. കാസ്ലിംഗ് എന്നൊരു സംഭവം ബ്ലാക്കിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അടുത്തത് വൈറ്റ് ബിഷപ്പിനെ C4ലേക്ക് ഡെവലപ്പ് ചെയ്ത് ചെക്ക് കൊടുക്കുന്നു. ഈ ചെക്കിനെതിരെ ബ്ലാക്ക് എങ്ങനെ പ്രതികരിക്കും എന്നതിനെക്കുറിച്ചാണ് ഈ ട്രാപ്പ് ഇരിക്കുന്നത്. ഒട്ടുമിക്ക ബിഗിനേഴ്സും ചെയ്യുന്നത് കിങ്ങിനെ ഒറിജിനൽ പൊസിഷനിലേക്ക് തന്നെ മാറ്റും. അങ്ങനെ ചെയ്താൽ നമ്മുടെ ട്രാപ്പ് 100% വിജയിച്ചിരിക്കുന്നു. അടുത്തത് വൈറ്റ് ക്യൂൻ H5 കളിച്ച് ചെക്ക്. G7 പൗണിനെ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടും കാര്യമില്ല. ക്യൂൻ വെച്ച് വെട്ടുമ്പോൾ വീണ്ടും ചെക്ക് വരും. അപ്പോൾ കിങ് E7 മൂവ് ചെയ്യും. അടുത്തത് വൈറ്റ് ക്യൂൻ F7 കളിച്ച് ചെക്ക് കൊടുക്കുക. കിങ് D6ലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ബിഷപ്പ് വെച്ച് F4ൽ ചെക്ക്. ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാൻ ഒരേ ഒരു കോളം മാത്രമേ ബാക്കിയുള്ളൂ, C5. നൈറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്താൽ ക്യൂൻ വെച്ച് D5ൽ ചെക്ക് കൊടുക്കാം. കിങ്ങിന് മാറാൻ ഒരേ ഒരു കോളം മാത്രമേ ബാക്കിയുള്ളൂ, അങ്ങോട്ട് മാറുന്നു. ആ സമയത്ത് ക്യൂൻ വെച്ച് നൈറ്റിനെ വെട്ടി ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക്മേറ്റ് ആകും. ബിഷപ്പ് വെച്ച് ചെക്ക് വരുമ്പോൾ നൈറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്യാതെ കിങ് ഇങ്ങോട്ടാണ് മാറുന്നതെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. ക്യൂൻ D5 ചെക്ക്. ഇനി കിങ്ങിന് ഈ 2 കോളത്തിൽ ഇവിടേക്കോ മാറാം. ഏത് കോളത്തിലേക്ക് മാറിയാലും അടുത്ത മൂവിൽ ക്യൂൻ B5 വരുമ്പോൾ ചെക്ക്മേറ്റ് ആകുന്നതാണ്.